ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രാക്ടീസിൻ്റെ ദിവസമാണ്. ഭൂതകാല ക്രിയയിൽ 14 രൂപങ്ങൾ പഠിച്ചുവല്ലോ. പഠിച്ചവ സർഫ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. നസറ എടുക്കാം. നസറ എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു. അപ്പോൾ ഇവിടെ 14 രൂപങ്ങളുണ്ട്. നസറ, നസറ, നസറു, നസറത്ത്, നസറത, നസർന, നസർത്ത, നസർത്തുമ, നസർത്തും, നസർത്തി, നസർത്തുമ, നസർത്തുന്ന, നസർത്തു, നസർന. ഇത് മനപ്പാടാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് മനപ്പാടാക്കിയാൽ പിന്നെ എല്ലാം എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നസറ നമുക്കറിയാം, അവൻ ഒരു പുരുഷൻ സഹായിച്ചാലാണ് നസറ എന്ന് പറയാം. അപ്പോൾ അവൻ സഹായിച്ചു. അപ്പോൾ ആ അവൻ നസറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഫായിൽ കർത്താവ് അവൻ ഹുവ. ഹുവ എന്താണ്? നസറിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അവൻ. അപ്പോൾ നസറ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ സഹായിച്ചു എന്നുള്ള 2 വാക്കുകൾ വരും. നസറ, അവർ 2 പേർ സഹായിച്ചു. ഓക്കെ. ആ അലിഫാണ് ഫായിൽ കർത്താവ്. അലിഫാണ് 2 പേരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നസറ, അവർ 2 പേർ സഹായിച്ചു. പിന്നെ നസറു, ആ വാവാണ് കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ കർത്താവ് അവർ കുറേ പേരിനെ സൂചിപ്പിക്കുന്നത് വാവാണ്. അപ്പോൾ നസറു, അവർ കുറേ പേർ സഹായിച്ചു. അപ്പോൾ നസറ, അവൻ സഹായിച്ചു. ആ അവൻ ഫായിൽ വെളിവായിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. അവൻ നസറിൻ്റെ ഉള്ളിലാണ്. നസറ എന്ന് പറഞ്ഞാൽ ആ അലിഫാണ് അലിഫുൽ മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. ദ്വിവചനത്തിൻ്റെ അലിഫ്, അലിഫുൽ മുസന്ന. സ മുസന്ന. നസറു, വാവാണ് വാവുൽ ജമ്മ. കുറേ പേരെ സൂചിപ്പിക്കുന്ന വാവ്, വാവുൽ ജമ്മ, ബഹുവചനം. ഓക്കെ, കുറേ പേർ. അപ്പം നസറ, നസറ, നസറു, അത് പുരുഷന്മാർക്ക്. അവനൊരു പുരുഷൻ, അവർ 2 പുരുഷന്മാർ, അവർ കുറേ പുരുഷന്മാർ. പിന്നെ നസറത്ത്, അവൾ ഒരു സ്ത്രീ സഹായിച്ചു. ഇവിടെ ആ താൻ്റെ മുകളിൽ സുക്കൂനുള്ളത്, താൻ്റെ മുകളിൽ സുക്കൂനുള്ളത് ഫായിലല്ല, സ്ത്രീയുടെ അടയാളമാണ്. സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാനാണ് താൻ്റെ മുകളിൽ സുക്കൂന്. അപ്പം നസറത്ത്, അപ്പോൾ ഇത് സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ താൻ്റെ മുകളിലുള്ള സുക്കൂനുള്ള അക്ഷരം ഉള്ളത്. ഇവിടെയും നസറിനെ പോലെ തന്നെ എന്താണ്, നസറയിൽ അവൻ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ നസറത്തിൽ അവൾ നസറത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം നസറത്ത് എന്ന് മാത്രം എഴുതിയാൽ തന്നെ അവൾ സഹായിച്ചു, അവൾ സഹായിച്ചു. അവൾ എന്ന ഫായിൽ ഹിയ, അറബിയിൽ ഹിയ. അവന് ഹുവ, അവൾ ഹിയ. ഹിയ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ നസറത്ത, അപ്പോൾ അലിഫ് വന്നു. അപ്പോൾ അവർ 2 സ്ത്രീകൾ സഹായിച്ചു. നസറത്ത, അവർ 2 സ്ത്രീകൾ സഹായിച്ചു. അപ്പോൾ ഫായിൽ അവർ 2 പേർ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നില്ല. അവിടെ വെളിവാണ് അലിഫ്. അപ്പോൾ നസറത്ത, ഓക്കെ, അലിഫുൽ മുസന്ന, ദ്വിവചനത്തിൻ്റെ അലിഫ്. സ മുസന്ന, നൂനിന് ഷദ്, സ മുസന്ന. ഓക്കെ, അലിഫുൽ മുസന്ന, ദ്വിവചനത്തിൻ്റെ അലിഫ്. ആ ഒറ്റ അലിഫ് 2 പേരെ സൂചിപ്പിക്കുന്നുണ്ട്, സ്ത്രീകൾ. പുരുഷനിൽ നസറ എന്ന് പറഞ്ഞപ്പോൾ അലിഫ് പോലെ തന്നെ ഇവിടെ നസറത്താലുള്ള അലിഫ്. പിന്നെ നസർന, അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. നസർന, ഈ നൂനിന് അലിഫില്ല.
നസർന. അപ്പോൾ ആ നൂനാണ് കർത്താവ്, ഫായിൽ, കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഫായിൽ നൂനാണ്. അപ്പം നസർന എന്ന് കണ്ട അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. പിന്നെ നസർത്ത, നീ ഒരു പുരുഷൻ സഹായിച്ചു. ആ താ ആണ് ഫായിൽ, കർത്താവ്, നീ ഒരു പുരുഷൻ സഹായിച്ചു. നസർത്തുമ, നിങ്ങൾ 2 പുരുഷന്മാർ സഹായിച്ചു. അപ്പോൾ തുമയാണ് കർത്താവ്, നസർത്തുമ അവർ 2 പേരെ സൂചിപ്പിക്കുന്നത്. നസർത്തും, അവർ കുറേ പേർ സഹായിച്ചു. ആ തുമ്മാണ് കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ. നസർത്തി, നീ ഒരു സ്ത്രീ സഹായിച്ചു. തീയാണ് നീ ഒരു സ്ത്രീ എന്നതിനെ സൂചിപ്പിക്കുന്നത്. നസർത്തി ഫായിൽ, കർത്താവ്. നസർത്തുമ, നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു. നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും തുമ തന്നെ വരാം. തുമ, നസർത്തുമ, നസർത്തുമ. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ 2 പേർ സഹായിച്ചു എന്ന് പറയാൻ ഒരേ കലിമയാണ് നസർത്തുമ. ഒരേ കലിമകളാണ്. ഓക്കെ, നസർത്തുമ. അപ്പോൾ നിങ്ങൾ 2 പുരുഷന്മാർ സഹായിച്ചു, നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർത്തുമ, തുമയാണ് നിങ്ങൾ 2 പേരെ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് നസർത്തുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു. നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു. അപ്പോൾ തുന്നയാണ് നിങ്ങൾ കുറേ പേരെ സൂചിപ്പിക്കുന്ന കർത്താവ്, ഫായിൽ. പിന്നെ അടുത്ത 2 സ്ത്രീ ആയാലും പുരുഷന്മാരും ഒരേ കലിമകളാണ്. ഞാൻ സഹായിച്ചു എന്നൊരു സ്ത്രീ പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയണമെങ്കിലും നസർത്തു, നസർത്തു. ആ തു ആണ് ഞാൻ എന്നതിനെ സൂചിപ്പിക്കുന്നത്. നസർത്തു, തു ഫായിൽ. പിന്നെ നസർന, ഞങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ പുരുഷന്മാർ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർന. രണ്ടാക്കും ഒരേ കലിമകൾ, നസർന. ഓക്കെ, അപ്പോൾ ഇവിടെ നസർനാവ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നസർന, അലിഫില്ലാത്ത നസർന, അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു, അതിനാണ് നസർന. ഇവിടെ അലിഫുള്ള നസർന എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഹായിച്ചു. സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ പറയാം. ഞങ്ങൾ സഹായിച്ചു എന്ന് പറയണമെങ്കിൽ നസർനാന്ന് അലിഫ് നീട്ടിയിട്ട് പറയും. അലിഫ് നീട്ടാതെ പറയണമെങ്കിൽ നസർന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നസറ, നസറ, നസറു, നസറത്ത്, നസറത്ത, നസർന, നസർത്ത, നസർത്തുമ, നസർത്തും, നസർത്തി, നസർത്തുമ, നസർത്തുന്ന, നസർത്തു, നസർന. ഓക്കെ, ഇനി ഇതേ രീതിയിൽ ഇൻഷാ അല്ലാഹ് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയകൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ PDF ഇൻഷാ അല്ലാഹ് താഴെയിടും. അപ്പോൾ നിങ്ങൾ ഓരോ ക്രിയകളും എന്താക്കണം, ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓരോന്നും നോക്കാം. കത്തബ, അവൻ എഴുതി. കത്തബ, അവൻ എഴുതി. അപ്പോൾ ഓരോന്നും അർത്ഥം മനസ്സിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഇൻഷാ അല്ലാഹ്. 14 രൂപങ്ങളും. കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബ്ന, കത്തബ്ത, കത്തബ്തുമ, കത്തബ്തും, കത്തബ്തി, കത്തബ്തുമ, കത്തബ്തുന്ന, കത്തബ്തു, കത്തബ്ന. അപ്പോൾ ആ 14 രൂപങ്ങൾ അതേപോലെ. അപ്പോൾ ഒറ്റൊന്ന് ക്രിയ 14 രൂപങ്ങൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ക്രിയകൾ എല്ലാം അതേപോലെ 14 സെയിം ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ സർഫ്. അപ്പോൾ അടുത്തത് നോക്കാം. സജദ, അവൻ സുജൂദ് ചെയ്തു. സജദ, സജദ, സജദു, സജദത്, സജദത്ത, സജദ്ന, സജത്ത, സജത്തുമ, സജത്തും,
സജത്തി, സജത്തുമ, സജത്തുന്ന, സജത്തു, സജദ്ന. എഴുതിയിട്ടും പ്രാക്ടീസ് ചെയ്യാവുന്നവർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുതുമ്പോൾ അർത്ഥവും എഴുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേഗം മനപ്പാടാവും. കുറച്ച് മെനക്കെട്ടാലേ എളുപ്പമാവുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് നോക്കാം. ദഖല, അവൻ പ്രവേശിച്ചു. ദഖല, ദഖല, ദഖലു, ദഖലത്, ദഖലത, ദഖൽന, ദഖൽത, ദഖൽതുമ, ദഖൽതും, ദഖൽതി, ദഖൽതുമ, ദഖൽതുന്ന, ദഖൽതു, ദഖൽന. ഇനി അവൻ തേടി. ത്വലബ, ത്വലബ, അവൻ തേടി. ഇൽമു തേടാന്നൊക്കെ പറയൂലേ, അതുപോലെ. ത്വലബ, 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 ത്വലബു, ത്വലബത്, ത്വലബത, ത്വലബ്ന, ത്വലബ്ത, ത്വലബ്തുമ, ത്വലബ്തും, ത്വലബ്തി, ത്വലബ്തുമ, ത്വലബ്തുന്ന, ത്വലബ്തു, ത്വലബ്ന. ഓരോന്നും 14 അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഖത്തല, അവൻ കൊന്നു. ഖത്തല, ഖത്തല, ഖത്തലു, ഖത്തലത്, ഖത്തലത, ഖത്തൽന, ഖത്തൽത, ഖത്തൽതുമ, ഖത്തൽതും, ഖത്തൽതി, ഖത്തൽതുമ, ഖത്തൽതുന്ന, ഖത്തൽതു, ഖത്തൽന. ദറസ, അവൻ പഠിച്ചു. ദറസ, ദറസ, ദറസു, ദറസത്, ദറസത, ദറസ്ന, ദറസ്ത, ദറസ്തുമ, ദറസ്തും, ദറസ്തി, ദറസ്തുമ, ദറസ്തുന്ന, ദറസ്തു, ദറസ്ന. ഇനി അവസാനത്ത് നോക്കൂ. ശക്കറ, അവൻ നന്ദി പറഞ്ഞു. ശക്കറ, അവൻ നന്ദി പറഞ്ഞു. ശക്കറ, അവർ 2 പേർ നന്ദി പറഞ്ഞു. ശക്കറു, അവർ കുറേ പേർ നന്ദി പറഞ്ഞു. ഇത് 3 പുരുഷന്മാർക്ക്. പിന്നെ സ്ത്രീകളോ? ശക്കറത്, അവൾ ഒരു സ്ത്രീ നന്ദി പറഞ്ഞു. ശക്കറത്ത, അവർ 2 സ്ത്രീകൾ നന്ദി പറഞ്ഞു. ശക്കറത്തു, ശക്കറു, അവർ കുറേ. ശക്കറത്ത്, ശക്കറത്ത, ശക്കർന, അവർ കുറേ സ്ത്രീകൾ നന്ദി പറഞ്ഞു. ശക്കർത്ത, നീ ഒരു പുരുഷൻ നന്ദി പറഞ്ഞു. ശക്കർത്തുമ, നിങ്ങൾ 2 പുരുഷന്മാർ നന്ദി പറഞ്ഞു. ശക്കർത്തും, നിങ്ങൾ കുറേ പുരുഷന്മാർ നന്ദി പറഞ്ഞു. സ്ത്രീകളാണെങ്കിലോ? ശക്കർത്തി, നീ ഒരു സ്ത്രീ നന്ദി പറഞ്ഞു. ശക്കർത്തുമ, നിങ്ങൾ 2 സ്ത്രീകൾ നന്ദി പറഞ്ഞു. ശക്കർത്തുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ നന്ദി പറഞ്ഞു. അപ്പം ശക്കർത്ത, ശക്കർത്തുമ, ശക്കർത്തും, ശക്കർത്തി, ശക്കർത്തുമ, ശക്കർത്തുന്ന. പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ നന്ദി പറഞ്ഞു എന്നെങ്ങനെ പറയാം? ശക്കർത്തു. സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങൾ നന്ദി പറഞ്ഞു എന്നെങ്ങനെ പറയാം? ശക്കർന. ബാറക്കല്ലാഹു ഫീക്കും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥം മനസ്സിൽ വരണം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.